ഫോർട്ട് കൊച്ചിയിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വിൽക്കുന്ന കടയിൽ തീപിടുത്തം. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പ്രദീപ് ജോസഫ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്? തീ നിയന്ത്രണ വിധേയമായോ? രാത്രി 9 മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. ഫോർട്ട് കൊച്ചിയിൽ വലിയ ജനസാന്ദ്രതയുള്ളതാണ് അമരാവതി മേഖല എന്ന് പറയുന്നത്. ഈ അമരാവതി മേഖലയിലെ ഒരു വലിയ ഗോഡൌണിനാണ് തീപിടിച്ചിരിക്കുന്നത്. രണ്ടാം തരം, അതായത് സെക്കൻഡ് ഹാൻഡ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഫ്രിഡ്ജ്, TV അതുപോലുള്ള ഉപകരണങ്ങൾ വീണ്ടും വിൽപ്പനയ്ക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണിത്. ഈ വളരെ വലിയൊരു ഗോഡൌണാണിത്. 3-4 നിലകളോളമുണ്ട്. ഒരു L ഷേപ്പിൽ കിടക്കുന്ന ഗോഡൌണാണ്. മാത്രമല്ല ഈ തൊട്ട് ചേർന്ന് തന്നെ നമുക്കറിയാം, ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ ഏറെ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ്. ചേർന്ന് മുട്ടി വീടുകളിരിക്കുന്ന പ്രദേശമാണ്. അതാണ് ഈ തീപിടുത്തത്തിൻ്റെ ഏറ്റവും വലിയ ഭയമുണ്ടാക്കിയ ഘടകം എന്ന് പറയുന്നത്. നിലവിൽ അല്പമൊരു ആശ്വാസമായിട്ടുണ്ട്. പൂർണ്ണമായും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ആയതുകൊണ്ട് തന്നെ അത് ആളി കത്തിക്കൊണ്ടിരിക്കുന്നു, പുറഞ്ഞു നേരി കത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായും തീ അണയ്ക്കാനായിട്ടില്ല. 4 യൂണിറ്റ് ഫയർഫോഴ്സ് നിലവിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സുകൾ ആവശ്യമെങ്കിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട്. അതേസമയം ചെറിയ ഇടവഴികളാണ് പ്രദേശത്തേക്കുള്ളത്. ഫയർഫോഴ്സ് തൊട്ടു മുമ്പിൽ വരെ വരികയില്ല. പക്ഷേ ഒരു 100 മീറ്റർ അകലെ മാറിയാണ് ഫയർഫോഴ്സ് വാഹനങ്ങൾ കിടക്കുന്നത്. പക്ഷേ അതിനിപ്പുറത്തേക്ക് ഓസ് വലിച്ച് ഫയർഫോഴ്സ് പരമാവധി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം സിവിൽ ഡിഫൻസ് ഫോഴ്സുമുണ്ട് തീ അണയ്ക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 50ഓളം വരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റ് ഗതാഗത ക്രമീകരണങ്ങൾക്കും ആളുകളെ നിയന്ത്രിക്കാനും മറ്റുമായി പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരുണ്ട്. ഈ കെട്ടിടത്തിനോട് ചേർന്ന് നിന്ന് തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം വലിയ തോതിൽ കറുത്ത പുക ഉയരുന്നുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അംശമുണ്ട്. അതുപോലെ തന്നെ ഉരുകുന്ന ലോഹവസ്തുക്കൾ ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ തീ അണയ്ക്കാൻ ഫയർഫോഴ്സ് അക്ഷീണ യത്നം നടത്തിക്കൊണ്ടിരിക്കുന്നു. 9 മണിയോട് കൂടി സാധാരണ രീതിയിൽ അപ്പോഴും ഈ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ്. പ്രദീപ്, ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ ആളുകളൊക്കെ ഒഴിപ്പിച്ചു ആ ഭാഗത്ത് നിന്ന്. അല്ല ആര്യ, ഇത് ദൈനംദിന പ്രവർത്തനം നടക്കുന്ന ഒരു കടയല്ല. ആളുകൾ എപ്പോഴും വന്നു പോകുന്ന ഒരു കടയല്ല, മറിച്ച് വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൗണാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആളുകളുടെ ഒരു സാന്നിധ്യമൊന്നുമില്ല. നമുക്ക് കാണാം, ദൃശ്യത്തിൽ കാണാം, വളരെ വലിയ തോതിൽ ഒരു നിൽക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന തരത്തിൽ തന്നെ കറുത്ത പുക ഇപ്പോഴും ഈ ഗോഡൗണിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഈ മറ്റ് സുരക്ഷാ പ്രവർത്തകരും, അതായത് സിവിൽ ഡിഫൻസ് ഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് വിവരങ്ങൾ നൽകിയത്. ഗോഡൗൺ ആണ്, സെക്കൻഡ് ഹാൻഡ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വിൽക്കാൻ വേണ്ടി സൂക്ഷിക്കുന്ന ഗോഡൗൺ ആണ്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല.